ഏത് രാജ്യത്തും നാടിനെ ഒറ്റിക്കൊടുക്കുക മാത്രമല്ല, നാടിലേക്ക് സൈന്യത്തെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുക. അങ്ങനെ പ്രവേശിപ്പിക്കുന്ന ഒരു കൂട്ടരെ മദീന എന്ന ബൗണ്ടറിയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബത്തും കൂടി ഖന്തക്ക് കീറിയതിന്റെ ശേഷം പിന്നീട് വരാൻ വഴിയൊരുക്കിയിട്ട് ശത്രുക്കൾ ഇങ്ങോട്ട് കടക്കാനുള്ള വഴി കൊടുക്കുന്ന കൂട്ടരാ ബനൂ ഖുറൈള എന്ന ജൂതന്മാർ. ആ ജൂതന്മാരെ അള്ളാഹുവിന്റെ റസൂല് അവർക്ക് വേണ്ട നിലയിൽ തന്നെയുള്ള നിയമമുണ്ടാക്കി, അവർക്ക് വേണ്ട രീതിയിൽ തന്നെ പ്രീതിപ്പെടുന്ന, അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആരാണ് ജഡ്ജി എന്ന് തീരുമാനിച്ചിട്ട് ആ ജഡ്ജി പറയുന്നതനുസരിച്ചാണ് ചെയ്തത്. ഇത് അള്ളാഹിന്റെ നിയമമാണെന്ന് റസൂൽ സർട്ടിഫിക്കറ്റ് തേടി. അതല്ലാത്തൊരു നിയമം ആർക്കും അവിടെ പറയാനുമില്ല. 10,000-ൽ പരം അംഗങ്ങളാണ് അവിശ്വാസികൾ. ഈ 10,000 അംഗങ്ങളെ എല്ലാ തരത്തുനിന്നും കൂടി ഒരുക്കൂട്ടി വന്നിട്ടുള്ള ജൂത നേതൃത്വത്തിന്റെ ബനൂ നദീറിന്റെ നേതാവ് ഹുയയ് ഇബ്നു അഖ്തബ് ബനൂ ഖുറൈളയുടെ നേതാവിനെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് സമ്മർദ്ദത്താൽ തന്റെ പക്ഷത്താക്കിക്കൊണ്ട് ചതി നടത്തിയിട്ട് മദീനയിലേക്ക് ഈ ശത്രുക്കളെ പ്രവേശിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് വന്നാൽ മദീന കുട്ടിച്ചോറാവൂലേ? അല്ലാഹു തആല കാറ്റിറക്കിക്കൊണ്ടും പ്രത്യേകം കാണാത്ത സൈന്യങ്ങളായ മലക്കുകളെ അയച്ചുകൊണ്ടും കുലുക്കിയത് കൊണ്ട് മാത്രമല്ലേ അന്നത്തെ ശത്രുക്കൾ ഓടിപ്പോയത്, അവർ പേടിച്ച് വിറച്ചു പോയത്. ആ പേടിച്ച് വിറച്ചു പോകുന്ന അള്ളാഹുവിന്റെ ആ മഹത്തായ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഈ 10,000 ആളുകൾ മദീനയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഇവർ ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട രാജ്യദ്രോഹം ചെയ്തത്.